വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. ഇന്ന് നടന്ന KTU എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് റെഗുലർ എക്സാം, അതായത് S2 റെഗുലർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ സൊല്യൂഷൻ ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു, അധികം കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഇന്ന് ചെറിയൊരു കൺഫ്യൂഷൻ വേണേൽ വരാവുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മൊഡ്യൂൾ 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് അതിൻ്റെ അകത്തൊരു പോയിന്റ് തേർഡ് ക്വാഡ്രൻ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ മൈന്യൂട്ടൊരു കൺഫ്യൂഷൻ മാത്രം വരാം. ഓവറോൾ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് സൊല്യൂഷൻസ് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോയിൽ മൊഡ്യൂൾ 1 2 ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ എൻഡ് എ ഓഫ് എ ലൈൻ AB ബ്രാക്കറ്റിൽ ട്രൂ ലെങ്ത് 100 mm ഈസ് 10 mm above HP and 20 mm in front of VP. The line AB is inclined at 30 degree to HP and 20 degree to VP. Draw the projections of the line if the end B is in third quadrant and mark its traces. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അത് ട്രൂ ലെങ്ത് ഉണ്ട്, തീറ്റ ഉണ്ട്, ഫൈ ഉണ്ട്. ഫസ്റ്റിലെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന സിമ്പിൾ, അതായത് ഈ കേസിൽ ഡയറക്റ്റ്ലി നമ്മൾ ഈ കേസ് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കേസ് തന്നെയാണ്. ഈ ഫിഗർ വരച്ചതിന് ആ ഒരു കേസിൽ വെച്ചിട്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ക്വാർട്ടറിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. ഇത് ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ആണ്, ജനറൽ ഫിഗർ ലൈൻ റൊട്ടേഷൻ്റെ. ഇത് വെച്ചിട്ടാണ് നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻസ് ചെയ്യാറ്. ഓക്കെ, ഇത് തേർഡ് ക്വാർട്ടറിലാണ്, അതായത് B എന്നുള്ള പോയിന്റ് തേർഡ് ക്വാർട്ടറിലേക്ക് മാറി. ഓക്കെ, ഇനിവേ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഗിവൺ പാരാമീറ്റേഴ്സ്, നമുക്ക് വേണ്ട പാരാമീറ്റേഴ്സ് ഒക്കെ നോട്ട് ചെയ്യാം. നമുക്ക് വേണ്ടത് എൻ്റെ ഓഫ് ലൈൻ AB ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്, നോട്ട് ചെയ്യാം. ട്രൂ ലെങ്ത് തന്നിരിക്കുന്നത് 100 mm ആണ്. ദെൻ പോയിന്റ് A 10 mm above HP, 20 mm in front of VP. ഓക്കെ, ഇപ്പോൾ പോയിന്റ് A എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഗിവൺ പാരാമീറ്റേഴ്സ് ട്രൂ ലെങ്ത്, എയുടെ രണ്ട് സ്പെസിഫിക്കേഷൻ, A 10 mm above HP, 20 mm in front of VP എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഗിവൺ ഡേറ്റ, ലൈൻ AB is inclined 30 degree to HP. HP ഡിംഗ്ലേഷൻ തീറ്റയാണ്, തീറ്റ 30 ഡിഗ്രി. ദെൻ 5 തന്നിട്ടുണ്ട്, 20 ഡിഗ്രി. ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് ദ ലൈൻ AB എൻഡ് B ഈസ് ഇൻ തേർഡ് ക്വാർട്ടർ. ഇത് മാത്രമാണ് ഇച്ചിരി കൺഫ്യൂഷൻ വരിക, B ഇൻ തേർഡ് ക്വാർട്ടറിൻ്റാണ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചാൽ സിമ്പിളായിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യുന്ന പോലെ 5 ഡേറ്റാസ് തന്നിട്ടുണ്ട്, അപ്പം ഡയറക്റ്റ്ലി നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നേരെ സൊല്യൂഷനിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന എക്സെല്ലാം വരയ്ക്കാം. A' നമുക്ക് വരയ്ക്കാൻ പറ്റും, 10 mm above HP ആണ്. അപ്പോൾ A' ഫിക്സ് ചെയ്യാം. A' ചെയ്യുന്ന തീറ്റ ഉണ്ട്. തീറ്റ ഏത് ഡയറക്ഷനിൽ എടുക്കണം എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ തേർഡ് ക്വാർട്ടറിലെ പോയിന്റ് കിട്ടില്ല. കാരണം തേർഡ് ക്വാർട്ടറിലെ പോയിന്റ് ആകുമ്പോഴത്തേക്കും ഫ്രണ്ട് വ്യൂ എക്സലിൻ്റെ ബിലോ ആയിരിക്കും, ടോപ്പ് വ്യൂ എക്സലിൻ്റെ എബോ ആയിരിക്കും. അതായത് ഫസ്റ്റ് ക്വാർട്ടറിന് നേരെ റിവേഴ്സ് ആണ് വരിക. അപ്പം ഫ്രണ്ട് വ്യൂ എക്സലിൻ്റെ താഴെ വരണമെങ്കിൽ ഇങ്ങോട്ട് തീറ്റ എടുക്കുന്നതിന് പകരം താഴേക്ക് തീറ്റ എടുക്കണം. താഴേക്ക് തീറ്റ എടുക്കുമ്പോൾ ഈ കംപ്ലീറ്റ് ഫ്രണ്ട് വ്യൂസും താഴേക്ക് മാറും. അതുപോലെ ഈ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ട് 20 mm ആണ് ഇൻ ഫ്രണ്ട് ഓഫ് VP. ദെൻ ഇവിടെ താഴേക്ക് 5 എടുക്കുന്നതിന് പകരം മുകളിലേക്ക് വേണം എടുക്കാൻ, കാരണം തേർഡ് ക്വാർട്ടറിൻ്റാണ്, ടോപ്പ് വ്യൂ എക്സലിൻ്റെ മുകളിലേക്ക് വേണം. അത്രേ ഉള്ളൂ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നേരെ സൊല്യൂഷനിലേക്ക് പോകാം. ഓക്കെ, എക്സലിനെ വരച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്സെല്ലാം വരയ്ക്കുന്നത്. ദെൻ നമുക്ക് ഫസ്റ്റ് എയുടെ ഫ്രണ്ട് ടോപ്പിൽ ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി എയുടെ ഫ്രണ്ട് ടോപ്പിൽ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി A എന്ന് പറഞ്ഞ പോയിന്റ് 10 mm above HP ആണ്. എക്സലിൻ്റെ മുകളിലേക്ക് 10 mm എടുക്കുക. എയുടെ ഫ്രണ്ട് A' വന്നു. ദെൻ 20 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. ഇപ്പോൾ എക്സലിൻ്റെ താഴേക്ക് 20 mm എടുക്കുക. A എന്നുള്ള പോയിന്റ് കിട്ടി. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട് വ്യൂ ആയി, ടോപ്പ് വ്യൂ ആയി. ദെൻ നമുക്കറിയാം തീറ്റ 5 നേരത്തെ പറഞ്ഞു. തീറ്റ നമ്മൾ നോർമലി ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ ആണെങ്കിൽ ഈ ഡയറക്ഷനിലാണ് എടുക്കുക, ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എടുക്കണം എന്ന് പറഞ്ഞു, കാരണം തേർഡ് ക്വാർട്ടറിലാണ്.
ഫ്രണ്ട് വ്യൂ ബിലോ എക്സ് വൈ ലൈൻ വരണം. അതായത് പോയിന്റ് ബി എന്ന് പറയുമ്പോൾ ബിയുടെ ഫ്രണ്ട് വ്യൂ ബിലോ എക്സ് വൈ ലൈനും ടോപ്പ് വ്യൂ എബോ എക്സ് വൈ ലൈനും എങ്കിലാണ് തേർഡ് ക്വാഡ്രന്റ് ആവും. അപ്പോൾ ഈ തീറ്റ ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല, നേരെ താഴേക്ക് വേണം തീറ്റ ഡിഗ്രി മാർക്ക് ചെയ്യാൻ. ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ആ തീറ്റ എടുക്കുന്ന ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, തീറ്റ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് തീറ്റ 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിയാണ് തീറ്റ. ഓക്കെ, അപ്പം 30 ഡിഗ്രിയാണ് ഈ ആംഗിൾ. ഈ ടോട്ടൽ ലെങ്ത് നമുക്കറിയാം, അതായത് എ ഡാഷ് ബി വൺ ഡാഷ് എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത് ആണ്. ട്രൂ ലെങ്ത് ഇവിടെ തന്നിരിക്കുന്നത് 100 mm ആണ്. നമുക്ക് നേരെ 30 ഡിഗ്രി പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു, അവിടേക്ക് 100 mm ലൈൻ മാർക്ക് ചെയ്യണം. 30 ഡിഗ്രി പിന്നെ ഇവിടെ നിന്ന് നേരെ താഴേക്ക് 100 mm. ഓക്കെ, ഈ പോയിന്റ് ആയിരിക്കും 100 mm മാർക്ക് ചെയ്തു. ഈ പോയിന്റ് എപ്പോഴും നമ്മൾ റെഫറൻസ് ഫിഗർ സൈഡിലെവിടെയും വരച്ച് വയ്ക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ റെഫറൻസ് ഫിഗർ എപ്പോഴും ഉള്ളത് നല്ലതാണ്. അപ്പോൾ B1 ഡാഷ് എന്നുള്ളൊരു പോയിന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ട്രൂ ലെങ്ത് കിട്ടി. ഈ പോയിന്റാണ് B1 ഡാഷ്. ട്രൂ ലെങ്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്കറിയാം ട്രൂ ലെങ്തിന്, അതായത് B1 ഡാഷ് നേരെ താഴെയാണ് B1 വരിക, എയ്ക്ക് പാരലൽ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. B1 ഡാഷ് നേരെ താഴെ, ഇവിടെ വരുമ്പോൾ B1 ഡാഷിന് നേരെ മുകളിലായിട്ട് B1 വരും. കാരണം B1 ഡാഷിന് സെയിം വെർട്ടിക്കൽ ലൈനിലാണ്, എയ്ക്ക് പാരലുമാണ്. ഈ പാരലൽ ലൈൻസ് ഒക്കെ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ നോക്കി വരയ്ക്കണം. ഓക്കെ, ഇപ്പോൾ B1 ഡാഷിന് നേരെ B1 നമുക്ക് ലൊക്കേറ്റ് ചെയ്യാം. B1 ഡാഷിന് സെയിം വെർട്ടിക്കൽ ലൈനും എയ്ക്കും നേരെ ഹൊറിസോണ്ടലും. അപ്പോൾ നമുക്ക് B1 എന്നുള്ളൊരു പോയിന്റ് കിട്ടി. അതായത് ഇപ്പോൾ നമ്മൾ പാരലൽ ടു VP യുടെ കേസിലെ ഈ ഒരു ഫിഗർ ഇത്രയും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ പാരലൽ ടു HP യുടെ കേസ്, അങ്ങനെയാണ് നമ്മൾ ലൈൻ റൊട്ടേഷനിലൊക്കെ പഠിച്ചത്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി ബാക്കി ഫിഗർ കംപ്ലീറ്റ് ചെയ്യാം. ബാക്കി നമുക്കറിയാവുന്നത് ഫൈ അറിയാം. ഇവിടെ നമുക്ക് AB2 എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത് തന്നെയാണെന്ന് അറിയാം. ഈ ആംഗിൾ പറയും, ഈ ആംഗിൾ ഇതേപോലെ തന്നെ മുകളിലേക്ക് എടുക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ A ഉണ്ട്. എയുടെ അവിടെ നിന്ന് മുകളിലേക്ക് ഫൈ എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രിയാണ്. 20 ഡിഗ്രി മുകളിലേക്ക് എടുക്കാം. ഡിഗ്രി മുകളിലേക്ക്, അവിടെയും 100 mm ആണ് മാർക്ക് ചെയ്യേണ്ടത്. കാരണം AB2 എന്ന് പറഞ്ഞ ലൈനാണ് അവിടെ വരുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, AB2 എന്നുള്ള ലൈനാണ് അവിടെ വരിക. AB2 എന്നുള്ള ലൈൻ്റെ ലെങ്തും ട്രൂ ലെങ്ത് തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് 100 mm മാർക്ക് ചെയ്യണം. 20 ഡിഗ്രി ഓക്കെ, ഈ കിട്ടുന്ന പോയിന്റ് B2 ആണ്. ഓക്കെ, B2 ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം B2ൻ്റെ സെയിം വെർട്ടിക്കൽ ലൈനിലാണ് B2 ഡാഷ് വരിക. A ഡാഷിന് നേരെ വേണം. അപ്പോൾ B2ൻ്റെ സെയിം വെർട്ടിക്കൽ ലൈൻ കിട്ടാൻ വേണ്ടി B2 താഴേക്കുള്ള ലൈൻ വരിക, A ഡാഷ് ഇവിടെയാണ്. അപ്പോൾ A ഡാഷിന് പാരലും B2ന് വെർട്ടിക്കലായിട്ടായിരിക്കും ലൈൻ വരിക. നമുക്ക് നോക്കാം എവിടെ വരുമെന്ന്. A ഡാഷിന് പാരലും വരച്ചു, B2ന് വെർട്ടിക്കൽ വരച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് B2 ഡാഷ് വരിക. ഓക്കെ, നമുക്ക് ഇനി വരയ്ക്കാനുള്ളത് B ഡാഷും Bയും ലൊക്കേറ്റ് ചെയ്യും. ബാക്കി പോയിന്റ്സ് എല്ലാം നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. അതായത് പാരലൽ ടു VPയും ചെയ്തു, പാരലൽ ടു HPയും ചെയ്തു. ദെൻ ഫൈനൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ സ്മോൾ B ഡാഷിൽ ലൊക്കേറ്റ് ചെയ്യണം. ഓക്കെ, B ഡാഷ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന A ഡാഷ് B2 ഡാഷ് ലെങ്ത് എടുക്കുക, മുകളിലേക്ക് ആർക്ക് കട്ട് ചെയ്യുക. അതായത് B1 ഡാഷിന് പാരലായിട്ട് ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യം ലോക്കസ് മാർക്ക് ചെയ്യാം. ഫൈനൽ ഫ്രണ്ട് വ്യൂവിൻ്റെ ലോക്കസ് എന്ന് പറഞ്ഞാൽ B1 ഡാഷിൻ്റെ സെയിം ഹൊറിസോണ്ടൽ ലൈനിലായിരിക്കും. അതുപോലെ ഫൈനൽ ടോപ്പ് വ്യൂവിൻ്റെ ലോക്കസ് എന്ന് പറഞ്ഞാൽ B2ൻ്റെ സെയിം ഹൊറിസോണ്ടൽ ലൈനിലായിരിക്കും. ഓക്കെ, ഇനിയാണ് നമുക്ക് ആർക്ക് എടുക്കേണ്ടത്. B ഡാഷ് കിട്ടാൻ വേണ്ടി A ഡാഷ് B2 ഡാഷ് ലെങ്ത് എടുക്കണം, മുകളിലേക്ക് ആർക്ക് കട്ട് ചെയ്യണം. അതായത് B1 ഡാഷിൻ്റെ നേരെ ആർക്ക് കട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ B1 ഡാഷ് താഴെയാണ്. എടുക്കേണ്ട ലെങ്ത് A ഡാഷ് B2 ഡാഷ് ലെങ്ത്. ഓക്കെ, A ഡാഷ്
ഓക്കെ, എ ഡാഷ് ബി ടു ഡാഷ് ലെങ്ത് എടുക്കണം, B1 ഡാഷ് നേരെ ആർക്ക് കട്ട് ചെയ്യണം. അതായത് ഈ കിട്ടിയ പോയിന്റാണ് ഫൈനൽ ഫ്രണ്ട് വ്യൂ ബി ഡാഷ്. ദെൻ എ ഡാഷ് ബി ഡാഷ് ജോയിൻ ചെയ്യാം. ഓക്കെ, എ ഡാഷ് ബി ഡാഷ് ജോയിൻ ചെയ്തു. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ. എ ബി ഇട്ടാൻ വേണ്ടി ചെയ്യുന്നത് A B1 ലെങ്ത് കോമ്പസിൽ എടുക്കും, ആർക്ക് B2ന് പാരലായിട്ട് ആർക്ക് കട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ A B1 എന്ന് പറഞ്ഞ ഈ ലെങ്താണ്, B2 മുകളിലാണ്. ഓക്കെ, അപ്പോൾ A B1 ലെങ്ത് കോമ്പസിൽ എടുക്കുക. B2ന് പാരലായിട്ട് ആർക്ക് കട്ട് ചെയ്യാം. പി കിട്ടിയ പോയിന്റാണ് സ്മോൾ ബി. AB ജോയിൻ ചെയ്യാം. ഓക്കെ, ഇതാണ് ഈ ആൻസർ. ഇനി ഇത് കറക്റ്റ് ആണോ അറിയണമെങ്കിൽ നമ്മൾ നോക്കിയാൽ മതി. ബി ഡാഷും ബിയും സെയിം വെർട്ടിക്കൽ ലൈനിലാണ് വരുന്നത്. ജോയിൻ ചെയ്യണമെന്നില്ല, പിന്നെ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കാണിക്കാൻ. സെയിം വെർട്ടിക്കൽ ലൈനിലാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണ്. ഇങ്ങനെ വെരിഫൈ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഫൈനൽ ഫ്രണ്ട് വ്യൂ ഫൈനൽ ടോപ്പ് വ്യൂ സെയിം ലൈനിലായിരിക്കും വരിക എന്നുള്ളത്. ഓക്കെ, ഇനിയുള്ളത് ട്രേസ് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ട്രേസ് ലൊക്കേറ്റ് ചെയ്യാൻ ഫസ്റ്റ് HT ലൊക്കേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യുക. XY ലൈനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ സ്മോൾ H ഡാഷ് മാർക്ക് ചെയ്യുക. അവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. ആ വെർട്ടിക്കൽ ലൈനിലേക്ക് ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് HT. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്ത് XY ലൈനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ സ്മോൾ H ഡാഷ് മാർക്ക് ചെയ്യുക. ഇവിടെ ഓൾറെഡി XY ലൈനെ മീറ്റ് ചെയ്തായിരിക്കും എല്ലായിരിക്കും. XY ലൈനെ കട്ട് ചെയ്ത് പോകുന്നതാണ്, കാരണം രണ്ട് ക്വാർട്ടേഴ്സിലെ പോയിന്റാണ്. അപ്പോൾ എന്തായാലും XY ലൈനെ കട്ട് ചെയ്ത് പോകും. ഓക്കെ, അപ്പം ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്തു. XY ലൈനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് സ്മോൾ H ഡാഷ് എന്ന് കൊടുക്കാം. ഫ്രണ്ട് വ്യൂ A ഡാഷ് B ഡാഷ് ആണ്, അത് എക്സ്റ്റെൻഡ് ചെയ്ത് XY ലൈനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആ പോയിന്റ്. ആ പോയിന്റാണ് H ഡാഷ്. അതായത് ഫ്രണ്ട് വ്യൂ XY ലൈനെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് H ഡാഷ്. അവിടെ നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുക, അതായത് XY ലൈന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ആ ലൈനിൽ ടോപ്പ് വ്യൂ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഹൊറിസോണ്ടൽ ട്രേസ്. ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ സ്മോൾ A സ്മോൾ B, ഈ AB ആണ് ടോപ്പ് വ്യൂ. ഇപ്പോൾ H ഡാഷ് കിട്ടി, H ഡാഷ് വെർട്ടിക്കൽ ലൈൻ വരച്ചു. ആ വെർട്ടിക്കൽ ലൈനിലേക്ക് ടോപ്പ് വ്യൂ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് HT എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് ആയിരിക്കും HT. അതായത് ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യണ്ട, ഫ്രണ്ട് വ്യൂ XY ലൈനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് സ്മോൾ H ഡാഷ്. അവിടെ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ പെർപെൻഡിക്കുലറിലേക്ക് ടോപ്പ് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ടോപ്പ് വ്യൂ അവിടെ മീറ്റ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ അതാണ് HT. ഓക്കെ, അതുപോലെ തന്നെ വേഗം VT ലൊക്കേറ്റ് ചെയ്യും. VTക്ക് വേണ്ടി ഫസ്റ്റ് ടോപ്പ് വ്യൂ XY ലൈനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. സ്മോൾ V കൊടുക്കുക. ഇതാണ് ടോപ്പ് വ്യൂ XY ലൈനെ കട്ട് ചെയ്യുന്ന സ്മോൾ V. ആ വിയിൽ നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ പെർപെൻഡിക്കുലർ ഫ്രണ്ട് വ്യൂവിൽ ടച്ച് ചെയ്യുന്ന പോയിന്റാണ്. ഓക്കെ, അതിവിടെയാണ് ഫ്രണ്ട് വ്യൂവിൽ ടച്ച് ചെയ്യുക. ഫ്രണ്ട് വ്യൂവിൽ ടച്ച് ചെയ്യുന്ന പോയിന്റാണ് വെർട്ടിക്കൽ ട്രേസ്. ഓക്കെ, അപ്പോൾ ഇതാണ് സൊല്യൂഷൻ വരിക. സിമ്പിളായിരുന്നു, പക്ഷെ ആകെ ഡിഫറൻസ് വന്ന് ഈ പോർഷൻസ് എല്ലാം മുകളിലും പോയി, ഇതെല്ലാം താഴെ വന്നു. തേർഡ് ക്വാർട്ടറിൻ്റെ ആണ്ട് ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. എന്നാലും കുറച്ചൊന്ന് ശ്രദ്ധിച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. One end of a line AB is 10 mm above HP and other end is 70 mm in front of VP. Its front view is 20 degree inclined to XY line, while its horizontal trace and vertical trace are 10 mm and 5 mm below XY respectively. Draw projections and find true length with its inclination with HP and VP. ഓക്കെ, നമുക്ക് ഗിവൺ ഡേറ്റാസ് നോട്ട് ചെയ്യാം. നമുക്ക് വേണ്ട ഡേറ്റ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് A 10 mm എബോവ് HP തന്നിട്ടുണ്ട്. ദെൻ അതർ ഉണ്ട്, അതായത് പോയിന്റ് B എന്ന് പറയുന്നത് 70 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഫ്രണ്ട് വ്യൂവിൻ്റെ ഇംഗ്ലീഷ് തന്നിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂവിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ആൽഫയാണ്. ആൽഫ 20 ഡിഗ്രി ഇൻക്ലൈൻഡ് ടു XY ലൈൻ. ദെൻ HT തന്നിട്ടുണ്ട്. HT എന്ന് പറഞ്ഞാൽ 10 mm ബിലോ XY ലൈനാണ്. VT എന്ന് പറയുമ്പം 5 mm ബിലോ XY ലൈനാണ്. ഓക്കെ, അപ്പോൾ ട്രേസ് ഗിവൺ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് വഴി നോക്കാം. കാരണം ട്രേസ് ഗിവൺ ആണെങ്കിൽ നമ്മൾ പ്ലെയിൻ റൊട്ടേഷൻ ആണ് ആദ്യം നോക്കാറ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ലൈൻ റൊട്ടേഷൻ ആണെങ്കിൽ തന്നെ കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. കാരണം ഫ്രണ്ട് വ്യൂവിൻ്റെ ആംഗിൾ വന്നിട്ടുണ്ട്, ഇവിടെ ആൽഫ വന്നിട്ടുണ്ട്, ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് ഇല്ല, A ഡാഷ് എന്നുള്ള പോയിൻ്റ് ഉണ്ട്, പിന്നെ B എന്നുള്ള പോയിൻ്റും ഉണ്ട്.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എച്ച് ഡാഷും അത് വി ടി വെച്ചിട്ട് നമുക്ക് എച്ച് ഡാഷ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. എച്ച് ഡാഷ് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഓക്കെ നമുക്ക് ലൈൻ റൊട്ടേഷൻ വെച്ച് തന്നെ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ നേരെ നമുക്ക് നോക്കാം ലൈൻ റൊട്ടേഷൻ വെച്ച് വരയ്ക്കാൻ. അതിനേക്കാൾ സിമ്പിളാണ് മറ്റേങ്കിൽ നമുക്കത് നോക്കാം. ഇത് സിമ്പിളാണ് ആയിരിക്കണം, ലൈൻ റൊട്ടേഷൻ വെച്ച് സിമ്പിൾ ആകാനാണ്. ഓക്കെ, പ്രിലിമിനറി നമ്മൾ നോക്കുമ്പം ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എക്സ് ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പോയിന്റ് എ എന്ന് പറയുന്നത് 10 mm എബോവ് HP എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് മാർക്ക് ചെയ്യാം. പോയിന്റ് എ 10 mm എബോവ് HP ആണ്. ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് തന്നിട്ടില്ല, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ച് ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ എ ഡാഷ് എന്ന് പറയുന്നത് 10 mm എബോവ് HP തന്നിട്ടുണ്ട്. പിന്നെ തന്നിട്ടുള്ളത് B 70 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. അങ്ങനെയാണ് അതിൻ്റെ ലോക്കസ് കൂടെ നമുക്ക് മാർക്ക് ചെയ്തിടാം. 70 mm എന്ന് പറയുമ്പം 270 മാർക്ക് ചെയ്ത് നമ്മൾ പാരലൽ തെറ്റായിരിക്കാനാണ്, അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ചെയ്താലും മതി. നമ്മൾ പോയിന്റ് ബിയുടെ ലോക്കസ് ആണ് മാർക്ക് ചെയ്യുന്നത്. അതായത് സ്മോൾ ബി ലോക്കസിൽ എവിടെയാണ് സ്മോൾ ബി വരിക? കാരണം ബി എന്ന് പറഞ്ഞാൽ 70 mm ഇൻ ഫ്രണ്ട് ഓഫ് VP തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബിയുടെ ഒരു ലോക്കസ് മാർക്ക് ചെയ്തിട്ടു. നമുക്കറിയുന്ന ഡേറ്റാസ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ട്രേസ് അറിയാം. വെർട്ടിക്കൽ ട്രേസ് നമ്മൾ നോക്കുമ്പോൾ ഫ്രണ്ട് വ്യൂവിൽ ഒരു പോയിന്റ് ആണ്. വെർട്ടിക്കൽ ട്രേസിൻ്റെ ഹൊറിസോണ്ടൽ ട്രേസിൻ്റെ കൂടെ ലോക്കസ് അങ്ങ് മാർക്ക് ചെയ്തിടാം. എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, വെർട്ടിക്കൽ ട്രേസിൻ്റെ ലോക്കസ് എന്ന് പറഞ്ഞാൽ 5 mm ആണ്, മറ്റേ 10 mm. ഓക്കെ, 5 mm 10 mm നമുക്ക് രണ്ട് ലോക്കസ് മാർക്ക് ചെയ്തിട്ടേക്കാം. 5, 10. രണ്ടിന് നമ്മളൊരു ലോക്കസ്, അതായത് VTയുടെ ലോക്കസും HTയുടെ ലോക്കസും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് VT എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഫ്രണ്ട് വ്യൂയിലെ പോയിന്റാണ് VT. ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നൊരു പോയിന്റാണ് VT. ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം 5 mm. അതിൻ്റെ ലോക്കസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഏത് ആംഗിളിൽ എക്സ്റ്റെൻഡ് ചെയ്താലാണ് VTയിൽ 5 mm. ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ വേണം, സോറി ഏത് ആംഗിൾ എന്നല്ല, ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് ആൽഫ 20 ഡിഗ്രിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആൽഫ 20 ഡിഗ്രി വെച്ചിട്ട് വരയ്ക്കാം. ആൽഫ 20 ഡിഗ്രി മുകളിലേക്ക് നമുക്ക് 20 ഡിഗ്രി എടുക്കാം. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് നമുക്ക് തന്നിട്ടില്ല, ആംഗിൾ മാത്രമാണ് തന്നിരുന്നത്. ഓക്കെ, നമുക്ക് ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് അറിയാത്തതുകൊണ്ട് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചു. താഴേക്കൂടെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യണം, കാരണം നമുക്ക് VT എന്ന് പറയുന്നത് 5 mm ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് അല്ലെങ്കിൽ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. കാരണം ഈ ലോക്കസിൽ ഫ്രണ്ട് വ്യൂ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് VT. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പോയിന്റിലാണ് ഫ്രണ്ട് വ്യൂ നമ്മുടെ 5 mm ലോക്കസിൽ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പോയിന്റ് ആയിരിക്കും വെർട്ടിക്കൽ ട്രേസ്. 5 mm ബിലോ XY ലൈൻ ആണ്, ഫ്രണ്ട് വ്യൂവിൻ്റെ ലൈനുമാണ്. ഈ ആംഗിൾ 20 ഡിഗ്രിയാണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഫ്രണ്ട് വ്യൂവിൻ്റെ ആംഗിൾ 20 ഡിഗ്രി. ഓക്കെ, അങ്ങനെ നമുക്ക് VT ലൊക്കേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ ഇതിനൊരു പക്ഷേ 5 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടുന്ന് 5 എടുത്തിട്ട് ട്രൂ ലെങ്ത് കണ്ടുപിടിക്കാനും വേറെ എന്തെങ്കിലും ബിയുടെ ഒരു സ്പെസിഫിക്കേഷൻ വെച്ച് ബി എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാനും നോക്കാമായിരുന്നു. ഇവിടെ നമുക്ക് 5 ഇല്ലാത്തതുകൊണ്ട് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അവിടെ 5 ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് എടുത്ത് പോവാം. എന്നാൽ നമുക്ക് ബി പോയിന്റ് കണ്ടുപിടിക്കാം. എന്തായാലും ലൈൻ റൊട്ടേഷൻ തന്നെ ഫോളോ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ VT കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം VTയുടെ നേരെ താഴെയാണ്, VTയുടെ നേരെ മുകളിൽ, അല്ലെങ്കിൽ VT നേരെ പെർപെൻഡിക്കുലർ വരച്ചാൽ അത് XY ലൈനെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് സ്മോൾ v എന്നുള്ളത്. അങ്ങനെ നമുക്ക് സ്മോൾ v ലൊക്കേറ്റ് ചെയ്യാം. VT നേരെ പെർപെൻഡിക്കുലർ വരയ്ക്കുക, അത് XY ലൈനെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് സ്മോൾ v. ഓക്കെ, അപ്പോൾ VTയും Vയും കിട്ടി. പിന്നെ നമുക്കറിയാവുന്ന കാര്യം എയും ബി ഉണ്ട്, HT. വിയും HTയും സെയിം ലൈനിലാണ്, ടോപ്പ് വ്യൂ ലൈനിൽ തന്നെയാണ്. ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് വിയും HTയും വരിക. ഓക്കെ, അപ്പോൾ വി എക്സ്റ്റെൻഡ് ചെയ്യണം. നമുക്ക് പിന്നെ ബി എന്നുള്ള പോയിന്റ് കൂടെ ലൊക്കേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ നമുക്ക് ഇപ്പോൾ ബി എന്നുള്ള പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് HT എടുക്കാം. അതിനുമ്പോൾ H ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? H ഡാഷ് നമ്മൾ ഓൾറെഡി
കിട്ടിയ പോയിൻ്റാണ്. ഈ പോയിൻ്റ് ആയിരിക്കും എച്ച് ഡാഷ്. കാരണം ഫ്രണ്ട് വ്യൂ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ് വൈനെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് എച്ച് ഡാഷ്. ഓക്കെ, അപ്പോൾ എച്ച് ഡാഷിൻ്റെ അവിടെ പെർപെൻഡിക്കുലർ വരച്ചാൽ നമുക്ക് എച്ച് ടി എന്നുള്ള പോയിന്റ് കിട്ടും. കാരണം എച്ച് ടിയുടെ ലോക്കസ് നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ട്, 10 mm ബിലോ എക്സ് ലൈനാണ്. കാരണം അപ്പം ആ ലോക്കസിലേക്ക് എച്ച് ഡാഷിൻ്റെ അവിടെ പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്നതായിരിക്കും ഹൊറിസോണ്ടൽ ട്രേസ്. അപ്പോൾ നമുക്ക് എന്തായി, വി വൈ എച്ച് ടി ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ബി ലൊക്കേറ്റ് ചെയ്യും. കാരണം ബിയുടെ ലോക്കസ് ഉണ്ട്, വി ഉണ്ട്, എച്ച് ടി ഉണ്ട്. അപ്പോൾ വിയും എച്ച് ടിയും കൂടെ ജോയിൻ ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ആ നേരെ ബിയുടെ ലോക്കസിൽ പാസ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ആയിരിക്കും ബി എന്ന് പറയുന്നത്. കുറച്ച് സിമ്പിൾ തന്നെയാണ് കാര്യം. ബിക്കോസ് വി എച്ച് ടി നമുക്ക് കിട്ടി ഒരു ലൈനിലാണ്. ആ ലൈൻ നേരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, 70 mm തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 70 mm ലൈനിൽ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ബി. അത് ബി ആണ് ഡെഫിനറ്റ്ലി. എ നമുക്ക് കിട്ടി, എ ഡാഷിന് നേരെ താഴെയാണ് എ വരിക. ബിയും കിട്ടി, എയും കിട്ടി. ദെൻ എ ബി കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ബി ഡാഷ് കിട്ടാൻ വേണ്ടി ബിയുടെ നേരെ മുകളിലായിരിക്കും ബി ഡാഷ് വരിക. നേരെ മുകളിലേക്ക് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോൾ ബി ഡാഷും കിട്ടി. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കാം. ട്രേസ് ഡ്രോ ദ പ്രൊജക്ഷൻസ് ആൻഡ് ഫൈൻഡ് ട്രൂ ലെങ്ത്. ഓക്കെ, ട്രൂ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഇൻ റിലേഷൻ വിത്ത് എച്ച് പി ആൻഡ് വി പി. മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഡ്രോ പ്രൊജക്ഷൻസ് ആൻഡ് ഫൈൻഡ് ട്രൂ ലെങ്ത് വിത്ത് ഇറ്റ്സ് ഇൻ റിലേഷൻ വിത്ത് എച്ച് പി ആൻഡ് വി പി. ഓക്കെ, ഇനി ട്രൂ ലെങ്തും തീറ്റയും ഫൈയും കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ട്രൂ ലെങ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ലൈൻ റൊട്ടേഷൻ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എ ഡാഷ് ബി ഡാഷ് റൊട്ടേറ്റ് ചെയ്ത് നേരെ കൊണ്ടുവന്നാൽ ബി ടു ഡാഷ് കിട്ടും. ബി ടു ഡാഷിനാണ് നേരെ താഴേക്ക് വരച്ച് ബിയുടെ നേരെ ആയി കഴിഞ്ഞാൽ ബി ടു. നമുക്ക് ട്രൂ ലെങ്ത് ആയി. അവിടെ തന്നെ 5 ആയി. ഇവിടെ നമുക്ക് എ ബി റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ തിരിച്ച് തീറ്റയും കിട്ടും, അവിടുത്തെ ട്രൂ ലെങ്തും കിട്ടും. ഓക്കെ, നമുക്ക് വേഗം ചെയ്യാം. എ ഡാഷ് ബി ഡാഷ് എടുക്കുക. റൊട്ടേറ്റ് ചെയ്ത് എ ഡാഷിന് പാരലായി കൊണ്ടുവരണം. ഓക്കെ, എ ഡാഷിന് പാരലായി വരുമ്പോൾ ആ പോയിന്റ് ബി ടു ഡാഷ്. ഡാഷ് ബി ഡാഷ് ഒക്കെ നമുക്ക് ഡാർക്ക് ആക്കാം. ഈ പോയിന്റ് ആയിരിക്കും ബി ടു, സോറി ആ പോയിന്റ് അല്ല, ആർക്കിൽ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും ബി ടു ഡാഷ്. ദെൻ ബി ടു ഡാഷിൻ്റെ അവിടെ നിന്ന് നേരെ താഴേക്ക് വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ ബിയുടെ നേരെ ആയിരിക്കും ബി ടു നമുക്കറിയാം. ഓക്കെ, എ ഇവിടെ ഉണ്ട്, എ ബി ടു നമുക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇതാണ് ബി, ഈ പോയിന്റ് ബി ടു. എ ബി ഡാർക്കാക്കാം. ഓക്കെ, അപ്പം എ ബി ടു എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത് ആണ്. ദെൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എ ബിയെ റൊട്ടേറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. നമുക്ക് എ ബിയെ റൊട്ടേറ്റ് ചെയ്യുക, എക്ക് പാരലായി കൊണ്ടുവരിക. എക്ക് പാരലായി വരുന്ന പോയിന്റാണ് ബി. നോക്കിയാൽ മതി. എ ബിയെ റൊട്ടേറ്റ് ചെയ്യുക, എക്സ് ലൈന് പാരലായിട്ട് എക്സ് ലൈൻ അല്ല, എക്ക് നേരെ കൊണ്ടുവരിക. അപ്പം ബി 1. ഈ പാരലൊക്കെ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരയ്ക്കണമല്ലേ, ആൻസറിൽ ചെറിയ വേരിയേഷൻസ് വരാം. ഓക്കെ, ബി പോയിൻ്റാണ് ബി 1. ബി 1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ബി ഡാഷിൻ്റെ നേരെ തന്നെയായിരിക്കും സെയിം ഹൊറിസോണ്ടൽ ലൈനിലാണ് ബി 1 ഡാഷ് വരിക. ഇവിടെ നേരെ വെർട്ടിക്കൽ ആയിട്ടൊരു ലൈൻ വരച്ചാൽ ബി 1ൻ്റെ നേരെ മുകളിലാണ് ബി 1 ഡാഷ് വരുന്നത്. വെർട്ടിക്കലി ഈ പോയിന്റ് ആയിരിക്കും ബി 1 ഡാഷ്. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസുമായി ഇനി മെഷർ ചെയ്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെയായിരുന്നു കുറച്ച് കൺഫ്യൂഷൻ വന്ന ആദ്യം. കാരണം നമ്മൾ വി ടി എടുത്തു, ദെൻ സ്മോൾ വി എടുത്തു, ദെൻ എച്ച് ഡാഷ് എച്ച് ടിയും കാൽക്കുലേറ്റ് ചെയ്തു, പിന്നെ വിയും എച്ച് ടിയും ജോയിൻ ചെയ്ത് ബിയുടെ ലോക്കസിലേക്ക് മാർക്ക് ചെയ്ത് ബി കിട്ടി. ബി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം സിമ്പിളാണ്. ബിയുടെ നേരെ മുകളിൽ ബി ഡാഷ് ആയി, ഇവിടെ എ ആയി. ദെൻ ലൈൻ റൊട്ടേഷൻ്റെ ജനറലൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. ദെൻ നമുക്ക് തീറ്റ ഫൈ ആൽഫ അല്ല, തീറ്റ ഫൈയും ട്രൂ ലെങ്തും ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ട്രൂ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ട്രൂ ലെങ്ത് തീറ്റ ഫൈ, ഇത്രയും പാരാമീറ്റേഴ്സ് ആണ് വേണ്ടത്. നമുക്ക് ഡയറക്റ്റ്ലി മെഷർ ചെയ്യാവുന്നേ ഉള്ളൂ. ട്രൂ ലെങ്ത് എന്നാൽ പറഞ്ഞാൽ എ ഡാഷ് ബി 1 ഡാഷിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ എ ബി ടുവിൻ്റെ ലെങ്താണ് ട്രൂ ലെങ്ത്. ഇനി തീറ്റ ആൽഫ ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ, തീറ്റ ആൽഫ അല്ല തീറ്റ ഫൈ,
ഈ ആംഗിളാണ് തീറ്റ എ ഡാഷ് ബി വൺ ഡാഷിൻ്റെ ആംഗിൾ. അതുപോലെ എ ബി ടുവിൻ്റെ ആംഗിളാണ് ഫൈ. ഇത് മെഷർ ചെയ്താൽ ഡയറക്റ്റ്ലി വാല്യൂസ് കിട്ടും. നമുക്കിനി വാല്യൂസ് വേണമെങ്കിൽ നമുക്ക് മെഷർ ചെയ്ത് എഴുതുകയും ചെയ്യാം. ചെറിയ വേരിയേഷൻ വരാം, കാരണം ഇപ്പോൾ ആരില്ല, അതുകൊണ്ടാണ് ഞാൻ വാല്യൂസ് എഴുതാത്ത മെത്തേഡ് മാത്രം പറഞ്ഞു പോയത്. ഓക്കെ, വാല്യൂസ് നോക്കുകയാണെങ്കിൽ എ ഡാഷ് ബി വൺ ഡാഷിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ കിട്ടിയിരിക്കുന്നത് 6.2 ആണ്. 6.2 അല്ലെങ്കിൽ 62 mm എന്ന് എഴുതാം. ഇവിടെ നമുക്ക് അത് തന്നെയാണ് കിട്ടിയത്. നോക്കാം, എ ബി ടുവിൻ്റെ ലെങ്തും സെയിം ആയിരിക്കണമല്ലോ വരേണ്ടത്. ഓക്കെ, എ ബി ടുവിൻ്റെ ലെങ്ത് നമുക്ക് 62 mm ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം വരച്ച കറക്റ്റാണ്. ദെൻ തീറ്റ ഫൈയും കൂടെ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. തീറ്റ ആംഗിൾ നമുക്ക് കിട്ടുന്നത് തീറ്റ നമുക്ക് കിട്ടുന്നത് അപ്രോക്സിമേറ്റ്ലി 20 ഡിഗ്രിയാണ്. തീറ്റ അല്ല, തീറ്റ ഇതാണല്ലോ, എ ഡാഷ് ബി വൺ ഡാഷിൻ്റെ ആംഗിളാണ് തീറ്റ. ആൽഫയാണ് 20 ഡിഗ്രി. ആൽഫ നമ്മൾ 20 ഡിഗ്രി എടുത്ത് വരച്ചാണ്. തീറ്റ നമുക്ക് കിട്ടുന്നത് 15ൻ്റെയും 16ൻ്റെയും ഇടയ്ക്കാണ് കിട്ടുക. ഓക്കെ, ഒരു 16 ഡിഗ്രി എഴുതാം. തീറ്റ 16 ഡിഗ്രി. ദെൻ ഫൈ നോക്കാം. ഓക്കെ, ഫൈ നമുക്ക് കിട്ടുന്നത് 36. ഇതുപോലെ 36ൻ്റെയും 37ൻ്റെ ഇടയ്ക്കാണ്, 36 ഡിഗ്രി. ഈ ആൻസറിൽ ചെറിയ വേരിയേഷൻ വന്നാലും പ്രശ്നമില്ല. മെത്തേഡൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഓക്കെ, 36 37. ഓക്കെ, ഇപ്പോൾ ട്രൂ ലെങ്ത് കിട്ടി, തീറ്റ കിട്ടി, ഫൈ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതോടെ കഴിയുമ്പോഴത്തേക്കും മൊഡ്യൂൾ 1-ലെ 2 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചെയ്ത് വരുമ്പോൾ കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സിമ്പിളായിരുന്നു. കുറച്ച് ശ്രദ്ധിച്ച് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ ആണെങ്കിൽ ആ ഒരു ട്രേസിൻ്റെ ഈ ഒരു പോർഷനിലാണ് പ്രശ്നം വരിക. നേരത്തെ ക്വസ്റ്റ്യനിലാണെങ്കിൽ തേർഡ് ക്വാർട്ടറിൻ്റെ എന്നുള്ളൊരു കേസാണ്. ശ്രദ്ധിച്ച് ചെയ്താൽ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1-ലെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ മൊഡ്യൂൾ 2-ലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.